പക്ഷേ എനിക്ക് ഈ എമ്പുരാൻ അഥവാ ലൂസിഫർ 2 അങ്ങോട്ട് വർക്കായില്ല എന്ന് പറയാൻ 4 കാരണങ്ങൾ. ഈ ഹൈപ്പും ഇത്രയും ഇന്റർവ്യൂ ഒക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ച് നമ്മൾ മറ്റേ ലാലേട്ടൻ ബാക്ക് പഴയ പോലത്തെ പെർഫോമൻസ് ഒക്കെ കിട്ടും. പിന്നെ എനിക്ക് അത്ര അങ്ങോട്ട് എബ്രഹാം ഖുറൈഷി അങ്ങോട്ട് വർക്കായില്ല. ആ സ്റ്റീഫൻ നെടുമ്പള്ളി ആയിട്ട് മോഹൻലാൽ കിഡിലനായിരുന്നു. ഈ പ്രാവശ്യവും സ്റ്റീഫൻ നെടുമ്പള്ളി ആയിട്ട് കുറച്ച് സീനൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ ഫൈറ്റ് സീനൊക്കെ ഉണ്ടായിരുന്നു കേരളത്തിൽ വെച്ച്. അത് പൊളിച്ചടുക്കിയിട്ടുണ്ട്, നല്ല രസമുണ്ട്. ആ കാർത്ത ഷർട്ടും നമ്മൾ ട്രെയിലറിൽ കാണാൻ ആ സാധനമൊക്കെ നല്ല പൊളിയായിരുന്നു. വില്ലൻ എന്തിനാണ് ഇത്രയും ഹൈപ്പ് കൊടുത്ത്? എനിക്ക് വില്ലനെ വർക്ക് ആവാഞ്ഞിട്ടാണോ, വില്ലനെ അറിയാഞ്ഞിട്ടാണോ, വില്ലനെ ഒരുമാതിരി വിളിച്ചു വരുത്തിയിട്ട് അല്ലേ വേണ്ട നീ അടുത്ത സിനിമയിലോ അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ വാ എന്ന് പറയുന്ന പോലെ വില്ലൻ വന്നിട്ട് പെട്ടെന്ന് അങ്ങ് പോയി. പണ്ട് ലൂസിഫറിനകത്ത് ജതിൻ രാമദാസ് വന്ന് മാസ് ഡയലോഗ് പറഞ്ഞ ഒരു സാധനം, മുണ്ടുടുക്കാനോ അറിയാൻ വേണ്ടി വന്നാൽ രണ്ട് തെറി പറയാനോ, അതുപോലൊരു സാധനമാണ്. അതിന്റെ എക്സ്ട്രീം വെർഷൻ മഞ്ജു വാര്യറുടെ ഒരു പെർഫോമൻസ് ഉണ്ട്, കിട്ടുന്ന സാധനമായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലാസ്റ്റിൽ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്, അത് അങ്ങോട്ട് വർക്കായില്ല. അത് ചെറിയൊരു ആർട്ടിഫിഷ്യാലിറ്റി എനിക്ക് പേഴ്സണലി തോന്നി. ഈ കത്തിക്കുത്തൊക്കെ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കത്തിക്കുത്തൊന്നും അത്ര ഒറിജിനാലിറ്റി ഇല്ലാത്ത പോലെ നമുക്ക് തോന്നും. അതെനിക്കറിയത്തില്ല, എൻ്റെ മാത്രം ഇതാണോ നിങ്ങൾക്കുണ്ടോ ഒന്ന് പറയണം. ഒരു മിസ്മാച്ചിങ് ഉള്ള പോലെ തോന്നി ലാസ്റ്റ് സീനിൽ ഒന്ന് ഓർത്ത് നോക്കി. ഇതിനകത്ത് പല പാർട്ടികളെ പറ്റി പല സംഭവങ്ങളും പറയുന്നുണ്ട്. അതിപ്പം ചില പാർട്ടിയെ പൊക്കുന്നുണ്ട്, ചില പാർട്ടിയെ താക്കുന്നുണ്ട്, അതേ പാർട്ടിയെ പൊക്കുന്നുണ്ട്, അതേ പാർട്ടിയെ താക്കുന്നുണ്ട്. വാട്ട് സിനിമ ഈ സിനിമ ഇവിടെ മൂവിയായിട്ട് കാണടാ, സിനിമയായിട്ട് കാണ്, എന്നാലല്ലേ ഒരു രസമുള്ളൂ.